തിരുവനന്തപുരത്ത് നെടുമങ്ങാട് വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ഉഴമലക്കൽ സ്വദേശികളായ ശ്രീലാൽ, ബിനോയ്, രാജേഷ് എന്നിവരാണ് മരിച്ചത്. അമിത വേഗതയിൽ സഞ്ചരിച്ച ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, നല്ല റോഡാണ്, ആ റോഡിൽ നല്ല സ്പീഡിൽ വന്ന ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ സംഭവം സുനിഷ? അരുൺ, ഈ അപകടം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം ഒരു 10:45 സമയത്താണ്. ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ്. ഇത് നെടുമങ്ങാട് ആര്യനാട് പോകുന്ന ഭാഗത്ത് കുളനട ആശുപത്രിക്ക് സമീപമുള്ള പ്രദേശമാണ്. ഈ ഒരു വാഹനം കാണാൻ കഴിയും. ഈ വാഹനവും ഈ മറ്റൊരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് രാജേഷും ബിനോയുമാണ്. ഇവർ വീട്ടിലേക്ക് ആര്യനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ്. ക്യാമറ ഒന്ന് കാണിച്ചാൽ മറ്റൊരു വാഹനം ഇപ്പോൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അവിടെയാണ് മറ്റൊരു വാഹനം ഉള്ളത്. ഈ ഇടിയുടെ ആഘാതത്തിൽ ആ വാഹനം അവിടേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ശ്രീലാലും അഭിനവുമായിരുന്നു. ഈ വാഹനത്തിലെ ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട്. അതായത് ശ്രീലാലും ബിനോയും രാജേഷുമാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന പിറകിലിരുന്ന അഭിനവന് ഗുരുതരമായ പരിക്കുകളോടുകൂടി ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും, ഫ്രണ്ട് വീലൊന്നും തന്നെ കാണാൻ പോലും ഇല്ല എന്നുള്ളതാണ്. അത്രയധികം എങ്ങനെയായിരിക്കാം ഇടിയുടെ ആഘാതം, അല്ലെങ്കിൽ എത്ര വേഗതയിലായിരിക്കാം ഈ വാഹനം പോയിട്ടുള്ളത് എന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നാട്ടുകാരോട് സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത് അമിത വേഗതയിലായിരുന്നു ഈ വാഹനം ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അമിത വേഗതയിലെത്തിയ മറ്റേ വാഹനം നെടുമങ്ങാട് ഭാഗത്തേക്ക്, ആര്യനാട് നിന്നും നെടുമങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ആ വാഹനവും ആര്യനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ആ ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് ഈ ഭാഗത്ത് വെച്ചാണ് അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സംഭവ സ്ഥലത്ത് തന്നെ 3 പേർ മരിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഈ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാം അരുൺ, നമുക്ക് വാഹനം കാണാത്ത ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വളവ് കഴിഞ്ഞൊരു ബുദ്ധിമുട്ടോ അത്തരത്തിൽ അപകടം നടക്കുന്ന ഒരു മേഖലയോ പോലുമല്ല. പക്ഷേ അമിത വേഗതയാണ് ഇതിന്റെ കാരണം എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ അപകടം, ഇവിടെ വെച്ചാണ് കൂട്ടിമുട്ടുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇങ്ങനെ വാഹനത്തിന്റെ ഭാഗങ്ങളും ഒപ്പം തന്നെ ഈ ആളുകളുടെ ചെരുപ്പുകളും ഒക്കെ കാണാൻ കഴിയും. ഈ വാഹനത്തിന് തൊട്ടടുത്തായി ഈ ഭക്ഷണപ്പൊതിയൊക്കെ കണ്ടിരുന്നു. വീട്ടിലേക്ക് പോകുന്ന 2 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാഹനത്തിൽ നിന്ന് വീണതാണെന്ന് തോന്നുന്നു ഒരു ഭക്ഷണപ്പൊതി എല്ലാം തന്നെ കാണാം. ഒരുപക്ഷെ രാത്രി ഒരു 10:45 സമയമേ ആയിട്ടുള്ളൂ. കളി നടക്കുന്നത് കൊണ്ട് തന്നെ കളി കാണുന്ന മനുഷ്യരായിരിക്കാം, ഒരുപക്ഷെ വേഗം വീട്ടിലെത്താമെന്ന് കരുതിയ ആളുകളായിരിക്കാം. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയി പോകുന്ന മനുഷ്യരായിരിക്കാം ഇതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശ്രീലാൽ കാപ്പ കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ കാപ്പ കേസ് പ്രതിയാണ് ഈ ശ്രീലാൽ എന്ന വിവരം കൂടി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ ഗുരുതരമായി പരിക്കേറ്റ അഭിനവ് ഏതായാലും ചികിത്സയിലുണ്ട്. ചേട്ടാ, നിങ്ങൾ ഈ സംഭവം അറിയുന്നത് എപ്പോഴാണ്? ഈ നാട്ടിലാണോ? അറിയാമോ? മരിച്ചവരൊക്കെ ഈ നാട്ടിലെ ആളുകൾ തന്നെയാണല്ലേ? ചേട്ടാ, ഈ സംഭവം അറിയുന്നത് എപ്പോഴാണ്? ഇന്ന് രാവിലെയാണോ? ഞാൻ രാവിലെ അറിയുന്നത്. ഞാനിപ്പോൾ രാവിലെ അറിഞ്ഞിട്ട് വന്നായിരുന്നു. ഈ പയ്യനെ എനിക്കറിയാം, ഞങ്ങളുടെ പള്ളിയിലുള്ള പയ്യനാണ്. പണി കഴിഞ്ഞ് വന്നതാണ്. മറ്റേ പയ്യൻ റോങ് സൈഡ് കൊണ്ടുവന്ന് ഇടിച്ചെന്നാണ് പറയുന്നത്. എല്ലാരും ഈ നാട്ടുകാർ തന്നെയാണ്, ഈ 4 പേരും അല്ലേ? നാട്ടുകാരാണ്. ഇത് ഞങ്ങളെ ഇടവക പള്ളി. അപ്പോൾ സുനിഷ, കൂടി മനസ്സിലാക്കുക, അമിത വേഗതയിൽ ബൈക്കുകൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ 3 പേർക്കും മരണം സംഭവിച്ചു. സുനിഷയാണ് സ്പോട്ടിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകിയത്. നല്ല റോഡാണ്, ആ റോഡിൽ പക്ഷേ സാധാരണ അപകടം സംഭവിക്കുന്ന ഒരു സാഹചര്യമില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വളവോ അങ്ങനെ കാണാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അമിത വേഗത തന്നെയാണ്, നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, 2 വീലുള്ള ഒരു പരിപാടിയാണ് ഈ ബൈക്ക്. അതിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആക്സിലേറ്റർ വളച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺട്രോൾ കിട്ടത്തില്ല. നടന്നു പോകുമ്പോൾ തന്നെ കൺട്രോൾ കിട്ടുന്നില്ല, പിന്നല്ലേ ഈ കുന്നത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക.